ഡിസംബറിലെ US ഫെഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവന്നതിന് ശേഷമുള്ള സ്വർണ്ണ വിപണിയിലെ സാധ്യതകൾ നമുക്കൊന്ന് വിലയിരുത്താം. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ പെട്ടെന്നുള്ള വലിയ കുതിപ്പിനേക്കാൾ ഉപരിയായി ഒരു സ്ഥിരതയ്ക്കാണ് അഥവാ കൺസോളിഡേഷനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് വലിയ കയറ്റങ്ങളോ വലിയ ഉയർച്ചയോ ഇല്ലാതെ വിപണി മുൻപോട്ട് പോകാനാണ് സാധ്യത. അതേസമയം പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ആഗോള പ്രവണത, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരണം എന്നിവ വരും വർഷങ്ങളിലും സ്വർണത്തിന് കരുത്തേകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. 2026 സ്വർണ്ണവില ഔൺസിന് $5000 കടന്നേക്കുമെന്ന് JP മോർഗൻ പോലുള്ള സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ 2025 അസാധാരണമായ വിലവർധനവിന് ശേഷം വരും ദിനങ്ങളിൽ വിലയിൽ ചെറിയ തോതിലുള്ള ക്രമീകരണങ്ങൾ അഥവാ കൺസോളിഡേഷൻ ഉണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ എന്താണ് ഈ കൺസോളിഡേഷൻ എന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക വിപണിയിൽ കൺസോളിഡേഷൻ എന്നത് ഒരു നിശ്ചിത പ്രൈസ് റേഞ്ചിനുള്ളിൽ ഓഹരിയോ മറ്റ് ആസ്തികളോ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇതിനെ പലപ്പോഴും വിപണിയിലെ തീരുമാനമില്ലായ്മയുടെ അഥവാ ഇൻഡിസിഷൻ കാലയളവായി കണക്കാക്കുന്നു. കൺസോളിഡേഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വലിയ വില ഉയർച്ചയ്ക്കോ അല്ലെങ്കിൽ വില ഇടിവിനോ ശേഷം വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ ഒരു പുതിയ സന്തുലിതാവസ്ഥയിലെത്താൻ വിപണി ശ്രമിക്കുന്നതിൻ്റെ ഫലമായാണ് കൺസോളിഡേഷൻ ഉണ്ടാകുന്നത്. അതോടൊപ്പം പുതിയ വാർത്തകൾക്കോ മറ്റ് വിപണി സൂചനകൾക്കോ കാത്തിരിക്കുന്നതിനാൽ നിക്ഷേപകർക്കിടയിൽ ആശയക്കുഴപ്പമോ വ്യക്തതയില്ലായ്മയോ ഉണ്ടാകാവുന്ന കാലയളവ് കൂടിയാണിത്. എന്നാൽ ഈ ഘട്ടത്തിനു ശേഷം വില ഈ നിശ്ചിത പരിധിക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ശക്തമായി നീങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് സാമ്പത്തിക വിപണിയിൽ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ കൺസോളിഡേഷൻ എന്നത് വിപണി അടുത്ത വലിയ നീക്കത്തിന് മുമ്പ് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.